ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ പട്ടുസാരി ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഒട്ടുമിക്ക ആളുകൾക്കും പട്ടുസാരി നിറം മങ്ങാതെ വർഷങ്ങളോളം എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ പാർട്ടിക്കോ ഫംഗ്ഷനോ ഒക്കെ പോയി വരുമ്പോൾ പട്ടുസാരിയിൽ എണ്ണമഴുക്കും അഴുക്കുമൊക്കെ പറ്റാറുണ്ട്. അതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, പട്ടുസാരിയുടെ നിറം മങ്ങാതെ എങ്ങനെ വാഷ് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒറിജിനൽ പട്ട് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും തുടങ്ങി പട്ടുസാരിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ടിപ്പുകളൊക്കെ കണ്ടിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ പട്ടുസാരി സൂക്ഷിക്കുകയാണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും അത് പൊടിഞ്ഞു പോകുകയോ നിറം മങ്ങിയോ ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സാരികളൊക്കെ 10-15 വർഷം പഴക്കമുള്ള സാരികളാണ്. എൻ്റെ കല്യാണത്തിന് വരെ ഉപയോഗിച്ചിട്ടുള്ള പട്ടുസാരികളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ് വന്നിട്ട് എപ്പോഴും നമ്മൾ പട്ടുസാരി ഇതുപോലെ ഫോൾഡ് ചെയ്ത് വേണം അലമാരയിൽ സൂക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ പട്ടുസാരി വെച്ചിരിക്കുന്ന ആ ഒരു ഷെൽഫിൽ മറ്റൊരു മെറ്റീരിയലിൻ്റെയും സാരി നമ്മൾ വെക്കാൻ പാടില്ല. അതായത് ജോർജറ്റിൻ്റെയോ കോട്ടൻ്റെയോ ഒന്നും തന്നെ നമ്മൾ ആ ഒരു ഷെൽഫിൽ സൂക്ഷിക്കരുത്. അങ്ങനെ നമ്മൾ മറ്റ് മെറ്റീരിയലിൻ്റെ സാരിയോടൊപ്പമാണ് സിൽക്ക് സാരി സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ നിറം മങ്ങിപ്പോവാനും ഈട് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പട്ടുസാരി പ്രത്യേകം ഒരു ഷെൽഫിൽ തന്നെ സൂക്ഷിക്കണം. അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മൾ പട്ടുസാരി മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് എടുത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം തണലത്തിട്ട് 5 മിനിറ്റ് നേരം ഒന്ന് ഉണക്കിയെടുക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡിന് മുകളിൽ വിരിച്ചിട്ടതിന് ശേഷം ഫാൻ ഒന്ന് ഓണാക്കിയിട്ട് ഇതുപോലെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്ന് മടക്കി സൂക്ഷിക്കുകയാണെങ്കിലും പട്ടുസാരി ഒരുപാട് കാലം കേടാവാതെ നിറം മങ്ങാതെ പൊടിഞ്ഞു പോകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് വന്നിട്ട് എല്ലാവരുടെ അലമാരയിലും പട്ടുസാരി ഇതുപോലെ മടക്കി വെക്കാനുള്ള സ്ഥലം ഉണ്ടാകുകയില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള ഹാങ്ങറിൽ പട്ടുസാരി സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരിക്കലും മെറ്റലിൻ്റെ ഹാങ്ങറിൽ പട്ടുസാരി സൂക്ഷിക്കരുത്. ഒന്നുകിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങറിൽ ഉപയോഗിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ തടി കൊണ്ടുള്ള ഹാങ്ങറിൽ വേണം നമ്മൾ പട്ടുസാരി ഹാങ് ചെയ്യാനായിട്ട്. അതല്ല നമ്മൾ മെറ്റലിൻ്റെ ഹാങ്ങറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ തുരുമ്പ് വന്നിട്ട് നമ്മുടെ പട്ടുസാരിയുടെ നിറവും അതിൻ്റെ ആ ഒരു ഈടും ഒക്കെ തന്നെ നശിച്ചു പോകുന്നതാണ്. ഇതുപോലെ ഹാങ് ചെയ്ത് നമ്മുടെ പട്ടുസാരി വർഷങ്ങളോളം അതിൻ്റെ നിറമോ ഈടോ നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പട്ടുസാരി നല്ല കോസ്റ്റ്ലി ആണെന്നുള്ളത്. അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ പട്ടുസാരിയുടെ ഈടും അതിൻ്റെ നിറവും നമുക്ക് നിലനിർത്താനായിട്ട് പറ്റുന്നത്. അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് വന്നിട്ട് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മൾ പാർട്ടിക്കും ഫംഗ്ഷനും ഒക്കെ പോകുന്ന ടൈമിൽ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഉടുത്തിരിക്കുന്ന സാരിയിൽ വീഴാറുണ്ട്. അത്തരത്തിലുണ്ടാകുന്ന കറകൾ അതല്ലെങ്കിൽ എണ്ണമെഴുക്കുകൾ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ, ഒരു ഇയർബഡ്സോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പോ ഉപയോഗിച്ചിട്ട് ആ കറ പറ്റിയ ഭാഗത്ത് നല്ലതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു ടാൽക്കം പൗഡർ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് കുടഞ്ഞു മാറ്റാം. ചെറിയ രീതിയിലുള്ള കറകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ടാൽക്കം പൗഡർ ഉപയോഗിച്ച് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ക്ലീനോ ഒന്നും തന്നെ നമ്മുടെ സാരി കൊടുക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. ഇത്തരത്തിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ട് ആ കറ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ നല്ലതുപോലുള്ള കറകൾ അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണമെഴുക്കുകളൊക്കെ തന്നെ നമ്മുടെ പട്ടുസാരിയിൽ പറ്റാറുണ്ട്. അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആദ്യം ടാൽക്കം പൗഡർ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് ഗ്ലിസറിൻ ആ അഴുക്ക് പറ്റിയ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടുമിക്ക മെഡിക്കൽ ഷോപ്പുകളിൽ നമുക്ക് ഗ്ലിസറിൻ വാങ്ങാനായിട്ട് കിട്ടും. ഇത് നമുക്കൊരു ഇയർബഡ്സ് ഉപയോഗിച്ചിട്ട് ആ അഴുക്ക് പറ്റിയ ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തണലത്തിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ കീഴിൽ വെച്ചോ നമ്മുടെ ആ പട്ടുസാരിയുടെ ഭാഗം ഒന്ന് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ആ കറകളൊക്കെ തന്നെ മാറിക്കിട്ടുന്നതാണ്. ചിലരൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ വിനെഗർ ഉപയോഗിച്ച് പട്ടുസാരി വാഷ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ആസിഡ് പോലുള്ള വിനെഗർ ഉപയോഗിച്ച് നമ്മുടെ പട്ടുസാരി വാഷ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ തനതായിട്ടുള്ള ആ ഒരു നിറമൊക്കെ പെട്ടെന്ന് തന്നെ മങ്ങിപ്പോകാനും പെട്ടെന്ന് തന്നെ നമ്മുടെ പട്ടുസാരിയുടെ ഈടൊക്കെ നഷ്ടപ്പെടാനും അത് കാരണമാകും.
അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മൾ അലമാരയ്ക്കുള്ളിൽ പട്ടുസാരി എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഇന്ന് നമുക്ക് മാർക്കറ്റുകളിൽ സാരി സൂക്ഷിക്കുന്ന ബാഗുകളൊക്കെ തന്നെ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് നമുക്കിത് വാങ്ങാനായിട്ട് പറ്റും. പക്ഷേ ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെത്തേഡാണ്. അതിനായിട്ട് നമ്മുടെ എല്ലാം വീടുകളിൽ ഉപയോഗിച്ച് കുറച്ച് പഴക്കം വന്നിട്ടുള്ള കോട്ടൻ്റേതായിട്ടുള്ള പില്ലോ കവറുകളൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള പില്ലോ കവറുകളിൽ നമുക്ക് നല്ലതുപോലെ സാരി ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പട്ടുസാരി കുറേ അധിക കാലം നിറം മങ്ങാതെയൊക്കെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. പില്ലോ കവറിന് പകരം നമ്മുടെ വീടുകളിലുള്ള ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള മുണ്ടുകളോ അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടൻ്റേതായിട്ടുള്ള ഷോളുകളിലും ഒക്കെ തന്നെ നമുക്കിതുപോലെ പട്ടുസാരി മടക്കി ഫോൾഡ് ചെയ്തിട്ട് കബോർഡിനുള്ളിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ പില്ലോ കവറിനുള്ളിലൊക്കെ നമ്മുടെ പട്ടുസാരി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ കബോർഡിനുള്ളിൽ പാറ്റാഗുളികളൊക്കെ ഇട്ടാൽ തന്നെയും ചില സമയങ്ങളിൽ പാറ്റയൊക്കെ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ ഹോൾസൊക്കെ വരാറുണ്ട്. ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പട്ടുസാരിക്ക് ഒട്ടും തന്നെ കേടുവരികയോ ചീത്തയാവുകയോ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു നിറം മങ്ങാതെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഈ ഒരു രീതിയിലാണ് കേട്ടോ വർഷങ്ങളായി ഞാൻ എൻ്റെ സാരികളൊക്കെ തന്നെ അലമാരയിൽ സൂക്ഷിച്ച് വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴക്കാലത്തുണ്ടാകുന്ന ഒരു സ്മെല്ലോ അല്ലെങ്കിൽ പൂപ്പലോ ഒക്കെ പോലുള്ള ഒന്നും തന്നെ നമ്മുടെ സാരിയിലോ നമ്മളുടെ ഡ്രസ് മെറ്റീരിയൽസിലോ ഒന്നും തന്നെ പറ്റാറില്ല. അപ്പം നിങ്ങൾ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് വന്നിട്ട് ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പ്രശ്നമാണ് പട്ടുസാരി എങ്ങനെയാണ് അയൺ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇതിനായിട്ട് പുറത്ത് കൊടുക്കാറുണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ പട്ടുസാരി നല്ലതുപോലെ അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഒരിക്കലും നമ്മൾ അയൺ ബോക്സ് പട്ടുസാരിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വെക്കരുത്. നമ്മൾ പട്ടുസാരി തേക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു ന്യൂസ് പേപ്പർ അതിന് മുകളിൽ വെച്ചതിന് ശേഷം നമ്മുടെ അയൺ ബോക്സിനുള്ളിൽ തന്നെ ഒരു സിൽക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷനിൽ വെച്ചതിന് ശേഷം മാത്രം ലൈറ്റായിട്ട് നമ്മളിത് ഇതുപോലെ ആ പേപ്പറിന് മുകളിലൊന്ന് തേച്ചെടുക്കുകയാണെങ്കിൽ പട്ടുസാരിയിലുള്ള ചുളിവുകളൊക്കെ തന്നെ മാറിക്കിട്ടുമെന്ന് മാത്രമല്ല, ഒരിക്കലും നമ്മുടെ പട്ടുസാരിയുടെ നിറം മങ്ങുകയോ അതല്ലാന്നുണ്ടെങ്കിൽ പട്ടുസാരികളെ ഈട് നഷ്ടപ്പെടുകയോ ചെയ്യുകയില്ല. അതേസമയം നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മുടെ അയൺ ബോക്സ് സാരിയിലേക്ക് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പട്ടുസാരി ചീത്തയായി പോകാനും അതിൻ്റെ നിറം മങ്ങിപ്പോകാനും തനതായിട്ടുള്ള ആ ഒരു ഭംഗിയൊക്കെ തന്നെ പോയി കിട്ടും. അപ്പം നിങ്ങൾ അയൺ ചെയ്യുന്ന ടൈമിൽ ഇതുപോലൊരു പേപ്പർ ഉപയോഗിച്ചിട്ട് അയൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മുടെ പട്ടുസാരിയൊക്കെ മഴക്കാലത്ത് വല്ലാത്തൊരു സ്മെല്ല് വരാറുണ്ട്. നമ്മൾ ഏതെല്ലാം രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തെടുത്താലും അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പട്ടുസാരി എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. അതിനായിട്ട് ഇതുപോലുള്ള സിലിക്ക ജെല്ലുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ബോട്ടിലുകളൊക്കെ വാങ്ങുന്ന ടൈമിലോ അതല്ലാന്നുണ്ടെങ്കിൽ ടിഫിൻ കാരിയറൊക്കെ വാങ്ങുന്ന ടൈമിൽ അതിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു പൗച്ച് നമുക്ക് കിട്ടുന്നതാണ്. ആ ഒരു പൗച്ച് ഇതുപോലെ സാരിക്കുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് നേരത്തെ കണ്ടതുപോലെ ഒരു പില്ലോ കവറിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്തുണ്ടാകുന്ന പൂപ്പലും അതുപോലുള്ള സ്മെല്ലും ഒന്നും തന്നെ നമ്മുടെ പട്ടുസാരിയിൽ വരില്ല. ഇനി നമ്മുടെ വീട്ടിൽ സിലിക്ക ജെൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ കുറച്ച് ഇട്ടതിന് ശേഷം സാരിക്കുള്ളിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നാലും അത്തരത്തിലുള്ള സ്മെല്ലുകളൊന്നും തന്നെ നമ്മുടെ സാരിയിൽ ഉണ്ടാകുകയില്ല. ഇങ്ങനെ സ്മെല്ലുണ്ടാകാനും പെട്ടെന്ന് പൂപ്പൽ വരാനും ഉള്ളൊരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പട്ടുസാരി ഉണ്ടാക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള നൂല് ഉപയോഗിച്ചിട്ടാണെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് വന്നിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ടിപ്പ് തന്നെയാണ്. നമ്മൾ പട്ടുസാരി കടയിൽ നിന്ന് വാങ്ങുന്ന ടൈമിൽ ഇത് ഒറിജിനൽ പട്ടാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ പട്ടുസാരി ഒറിജിനൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് കണ്ടിട്ട് പോയിട്ട് നിങ്ങളുടെ അലമാരയിലിരിക്കുന്ന സാരി എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, നിങ്ങളുടെ സാരി ഒറിജിനൽ ആണോ അതല്ല മിക്സ് ചെയ്തിട്ടുള്ള പട്ടുസാരി ആണോ എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ഒരു സാരിയുടെ കുറച്ച് ടോയിൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ പട്ടുസാരി ഒറിജിനൽ ആണോ എന്നുള്ളത്. ഞാനിപ്പോൾ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കത്തിച്ചതിന് ശേഷം ഇതുപോലെ കയ്യിലൊന്ന് വെച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ കത്തുന്നത് പോലെ ഉരുകി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ടുസാരി ഒറിജിനൽ അല്ല, മിക്സഡ് ആയിട്ടുള്ള സാരി ആണെന്നുള്ളതാണ് അതിനർത്ഥം. നിങ്ങൾക്കിത് ഈ വീഡിയോയിൽ എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ അതിൻ്റെ ഒരു നൂല് കത്തിക്കുന്ന ടൈമിൽ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുന്നത് പോലെ ഉരുകി വരികയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒറിജിനൽ ആയിട്ടുള്ളൊരു പട്ടുസാരിയല്ല. ഇതിപ്പോൾ എൻ്റെ കല്യാണ സാരിയാണ്. ഞാൻ ഇതിൻ്റെ കുറച്ചൊരു നൂല് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാനൊന്ന് കത്തിച്ച് കാണിച്ചു തരാം. ഇതുപോലെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് കുറച്ചൊരു നൂല് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് കത്തിച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പം നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം.
ഒരിക്കലും നാച്ചുറൽ ആയിട്ടുള്ള പട്ടുസാരി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നൂല് പ്ലാസ്റ്റിക് ഉരുകി വരുന്നത് പോലെ ഉരുകി വരത്തില്ല. നമ്മളിങ്ങനെ കത്തിക്കുന്ന ടൈമിൽ പ്ലാസ്റ്റിക് ഉരുകുന്നത് പോലെയാണ് നമ്മുടെ ആ ഒരു നൂല് ഉരുകി വരുന്നതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് മിക്സ്ഡ് ആയിട്ടുള്ള സാരിയാണെന്നാണ്. ഞാൻ ദേ ഇപ്പോൾ എടുത്ത ആ ഒരു നൂല് കത്തിച്ച് നോക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് കത്തിച്ച് നോക്കിയതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളറിലുള്ള ആഷാണ് നമ്മുടെ കയ്യിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ആയിട്ടുള്ള പട്ടാണെന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ പട്ടുസാരി ഒറിജിനൽ ആണോ എന്നും മിക്സ്ഡ് ആണോ എന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മുടെ പട്ടുസാരി നിറം മങ്ങാതെ എങ്ങനെ വാഷ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളത്തിൽ വേണം പട്ടുസാരി വാഷ് ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും ടാപ്പ് വാട്ടറിൽ സാരി വാഷ് ചെയ്തെടുക്കരുത്. ഇതുപോലെ ഒരു ബേസിനിലേക്ക് നമ്മൾ നല്ലതുപോലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തണുത്ത വെള്ളമില്ലെങ്കിൽ ഐസ് ക്യൂബ് ആയാലും മതി. ഇനി നമുക്കിതുപോലെ ബേബി ഷാമ്പു, മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ബേബി ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും സ്ട്രോങ് ആയിട്ടുള്ള ഷാമ്പുവോ അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റോ ഉപയോഗിച്ച് പട്ടുസാരി ക്ലീൻ ചെയ്തെടുക്കരുത്. ഇതിങ്ങനെ 2-3 ഡ്രോപ്സ് ആ തണുത്ത വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് പട്ടുസാരി ഈ ഒരു വെള്ളത്തിൽ 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മുക്കി വെക്കണം. ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമ്മുടെ സാരി ഈ വെള്ളത്തിൽ നിന്നെടുത്ത് വീണ്ടും തണുത്ത വെള്ളത്തിൽ 1-2 പ്രാവശ്യം കഴുകിയെടുത്ത് പിഴിഞ്ഞെടുക്കാതെ നമുക്ക് തണലത്തിട്ട് ഉണക്കി നമ്മുടെ സാരി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പട്ടുസാരിയുടെ ആ ഒരു നാച്ചുറലായിട്ടുള്ള നിറമോ അതല്ലാന്നുണ്ടെങ്കിൽ ഈടോ ഒട്ടും തന്നെ മങ്ങിപ്പോവുകയില്ല. ഞാനിപ്പോൾ ഒരു ഡെമോയാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ സാരിയുടെ ഒരു കോർണർ മാത്രം ഒന്ന് കഴുകി കാണിക്കുന്നത്. ഇത്രയൊക്കെയാണ് പട്ടുസാരിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ ഈ രീതിയിലൊക്കെയാണ് എൻ്റെ സാരികൾ സൂക്ഷിച്ചു വെക്കാറുമുള്ളത്. ഇനി നിങ്ങൾ ഈ ഒരു രീതിയിലല്ല മറ്റെന്തെങ്കിലും പുതുതായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കില്ലല്ലോ. അത്തരത്തിലുള്ള പുതിയ അറിവുകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അതുമാത്രമല്ല ഇനി ഇടുന്ന എൻ്റെ വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്ന് കണ്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.